വെൽക്കം ബാക്ക് ടു ഹിന്ദി യൂണി. ഇന്ന് നമുക്ക് ഹിന്ദിയിൽ രണ്ട് വേർഡ്സ് പഠിക്കാം. ഒന്ന് ഫ്രേഗ്രൻസ്, സുഗന്ധം എന്നതിനും അതുപോലെ സ്റ്റിങ്കി, ദുർഗന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും എന്താണ് ഹിന്ദിയിൽ പറയാമെന്ന് നമുക്കിന്ന് പഠിക്കാം. ആദ്യം നമ്മളെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, സ്മെല്ല് അതായത് ഗന്ധം എന്നതിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന വാക്കാണ് ബൂ അല്ലെങ്കിൽ ഗന്ധ്. ബൂ അല്ലെങ്കിൽ ഗന്ധ് രണ്ട് വേർഡ്സും യൂസ് ചെയ്യാറുണ്ട്, ബൂ ഓർ ഗന്ധ്. ഇനി ഇതിൻ്റെ കൂടെ ബൂ എന്നതിൻ്റെ കൂടെ ഖുഷ് എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഖുഷ്ബു, ഫ്രേഗ്രൻസ്, നല്ല സുഗന്ധം എന്നാണ് അർത്ഥം വരുന്നത്. അതേപോലെ ബൂ എന്നതിന് മുൻപ് ബദ് എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ ബദ്ബു, ബദ്ബു എന്നാൽ ദുർഗന്ധം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമുക്കിതിനെ കുറിച്ച് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, എവിടെ നിന്നാണ് ഈ നല്ല സുഗന്ധം വരുന്നത് എന്ന് നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ ചോദിക്കാം? കഹാ സേ യേ ഖുഷ്ബു ആ രഹി ഹൈ. കഹാ സേ യേ ഖുഷ്ബു ആ രഹി ഹൈ. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്? ഇനി നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പൂക്കളിൽ നിന്നാണ് നല്ല സുഗന്ധം വരുന്നത്. പൂക്കളിൽ നിന്നാണ് സുഗന്ധം വരുന്നത്. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാം? ഫൂലോं से खुशबू आ रही है. ഫൂലോं से खुशबू आ रही है എന്ന് പറയാം. ഇനി നമുക്ക് ദുർഗന്ധം, ബദ്ബു എന്നതിനെ കുറിച്ച് ഒരു ഉദാഹരണം നോക്കാം. നിന്റെ ഷൂവിൽ നിന്നും ബാഡ് സ്മെല്ല് വരുന്നുണ്ട് എന്നെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ പറയാം? തുമാരെ ജൂത്തോ സേ ബദ്ബു ആ രഹി ഹൈ. തുമാരെ ജൂത്തോ സേ ബദ്ബു ആ രഹി ഹൈ. ഇനി അതേപോലെ തന്നെ ദുർഗന്ധ് എന്ന് യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. തുമാരെ ജൂത്തോ സേ ദുർഗന്ധ് ആ രഹേ ഹൈ. തുമാരെ ജൂത്തോ സേ ദുർഗന്ധ് ആ രഹേ ഹൈ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മിൽത്തെ ഹെ അഗ്ലി വീഡിയോ മേ, തബ് തക് കെ ലിയെ ബൈ ബൈ.